ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മധുര കുഴക്കട്ട ആക്കുന്നത് കേട്ടോ. 4 മണി പലഹാരമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 150 ഗ്രാം വെല്ലം അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് ഒരു അരമുറിയോളം തേങ്ങ ചിരവി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശർക്കര പാവ് കാച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ കുഴക്കട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളത്തിലാണ് കുഴച്ചിട്ടുള്ളത്. നമ്മുടെ ഇടിയപ്പ പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തേങ്ങ നല്ല പാകമായി വന്നിട്ടുണ്ട്. വെള്ളപ്പറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി മാവ് ചെറിയ ഉരുളയായിട്ട് കയ്യിലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കുക, ഒരു കപ്പ് പോലെ. അതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളിത് നന്നായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് നന്നായി ക്ലോസ് ചെയ്തിട്ട് നമ്മളിത് ആവിയിൽ നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഇത് 2 തരത്തിലാക്കാൻ പറ്റും. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വെറുതെ തേങ്ങയും വെല്ലവും ചിരവി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇത് ഒത്തിരി ടേസ്റ്റാണ്, കുറച്ച് ലോങ് ലാസ്റ്റിങ്ങുമാണ് കേട്ടോ. ഈ അതിൻ്റെ അകത്തെ കൂട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് വീണ്ടും വീണ്ടും ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു 20 മിനിറ്റ് സ്റ്റീം കൊടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് വരും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഹെൽത്തി ആയൊരു ഓപ്ഷനാണ്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മധുര പലഹാരം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒന്ന് ആക്കി നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.